ഹായ് വെൽക്കം ടു എജു വേൾഡ് ക്ലാസ്. സോ നമ്മളിന്ന് ഇൻ്റലിജൻസിൻ്റെ ടോപ്പിക്കിലെ സെക്കൻഡ് പാർട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ നമ്മൾ ഹവാർഡ് ഗാർഡനറിൻ്റെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് വരെ ഡിസ്കസ് ചെയ്തിരുന്നു. സോ ഇനി അടുത്ത പാർട്ട് 2 ആണ് തിയറി ഓഫ് ഇമോഷണൽ ഇൻ്റലിജൻസ് തൊട്ടാണ്. സോ ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന തിയറി പ്രപ്പോസ് ചെയ്തത് ഡാനിയൽ ഗോൾമൻ ആണ്. ക്ലെയിംസ് ദാറ്റ് വൺ ഇമോഷണൽ ലൈഫ് ക്യാൻ മാറ്റർ മച്ച് മോർ ദാൻ വൺസ് ഇൻ്റലക്ച്വൽ എബിലിറ്റി. സോ ഇദ്ദേഹം ക്ലെയിം ചെയ്യുന്നത് ഒരു വ്യക്തിയുടെ ഈ ഇൻ്റലക്ച്വൽ എബിലിറ്റിയേക്കാളും കൂടുതൽ ഒരു വ്യക്തിയെ എഫക്റ്റ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ഇമോഷണൽ ലൈഫാണെന്നാണ്, അല്ലെങ്കിൽ നമ്മുടെ ഇമോഷണൽസ് ആണ് നമ്മൾ നയിക്കുന്നതെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അക്കോർഡിംഗ് ടു ഗോൾമാൻ, ഇമോഷണൽ ഇൻ്റലിജൻസ് കൺസിസ്റ്റ് ഓഫ് എബിലിറ്റീസ് സച്ച് എസ് ബീങ് ഏബിൾ ടു മോട്ടിവേറ്റ് oneself and persist in the face of frustration, to control impulse and delay gratification, to regulate one's moods and keep distress from swamping, the ability to think, to empathize and to hope. സോ ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ അകത്ത് എന്തൊക്കെ അടങ്ങിയിട്ടുണ്ടെന്നാണ് ഇദ്ദേഹം ഈ ഒരു ഡെഫിനിഷനിൽ പറയുന്നത്. സോ ഇതിവിടെ എന്ന് പറയുന്നത് നമ്മുടെ എന്തൊക്കെ ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് എബിലിറ്റി സച്ച് എസ് ഏബിൾ ടു മോട്ടിവേറ്റ് വൺ സെൽഫ് ആൻഡ് പെർസിസ്റ്റ് ഇൻ ദ ഫേസ് ഓഫ് ഫ്രസ്ട്രേഷൻ. സോ ഇവിടെ നമുക്ക് നമ്മളെ തന്നെ എന്ത് ചെയ്യാൻ പറ്റണം, മോട്ടിവേറ്റ് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റും, അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് മോട്ടിവേറ്റ് ചെയ്യാനുള്ളൊരു കാര്യം കാണാം. അതുപോലെ ഫ്രസ്ട്രേഷൻ വരുമ്പോഴത്തേക്ക് അതിനെ എങ്ങനെ നീക്കാമെന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടായിരിക്കണം. സോ ടു കൺട്രോൾ ഇമ്പൾസ് ആൻഡ് ഡിലേ ഗ്രാറ്റിഫിക്കേഷൻ. സോ എന്തെങ്കിലും ഒരു ഇമ്പൾസ്, പെട്ടെന്നൊരു കാര്യം നമുക്ക് വേണമെന്ന് വിചാരിച്ചാൽ അത് കൺട്രോൾ ചെയ്ത് നമുക്ക് ആ ഒരു ഇതിലോട്ടുള്ള ആ ഒരു ഗ്രാറ്റിഫിക്കേഷൻ എന്ത് ചെയ്യുക, അത് വേണം, ഇപ്പം തന്നെ നേടിയെടുക്കണമെന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഡിലേ ചെയ്യുക. സോ ഇതൊക്കെ എന്തല്ല ഇമോഷൻസിൽ വരുന്ന കാര്യം. ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയാം. അതുപോലെ തന്നെ ടു റെഗുലേറ്റ് വൺസ് മൂഡ്സ് ആൻഡ് കീപ് ഡിസ്ട്രസ് ഫ്രം സ്വാമ്പിങ് ദ എബിലിറ്റി ടു തിങ്ക്. സോ അതുപോലെ നമ്മുടെ മൂഡ് കീപ്പ് നല്ല മൂഡായിട്ട് ഇരിക്കുക, നല്ല പ്ലസൻറ്റ് മൂഡായിട്ടിരിക്കുക, അതുപോലെ തന്നെ നല്ല രീതിയിൽ ഇരുന്ന് തിങ്ക് ചെയ്യാനുള്ള കഴിവുണ്ടാക്കിയെടുക്കുക. സോ അതുപോലെ എമ്പത്തൈസ് ചെയ്യുക. എമ്പത്തി എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ വിഷമം എന്താണോ അത് നമുക്ക് തിരിച്ചറിയാനുള്ള ആ ഒരു കഴിവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എമ്പതി എന്ന് പറയുന്നത്. സോ അല്ലാതെ സിമ്പതി അല്ല. സിമ്പതി എന്ന് പറയുമ്പോഴത്തേക്ക് മറ്റുള്ളവരെ വിഷമം കണ്ടിട്ട് നമ്മൾ അതുപോലെ ഇങ്ങനെ വിഷമിച്ചിരിക്കുക, അല്ലെങ്കിൽ അവർ അയ്യോ പാവം എന്നുള്ളൊരു കൺസെപ്റ്റ് പറയുക. ഇത് എമ്പതി ആകുമ്പോഴത്തേക്ക് നമ്മൾ അവരെ ഷൂസ് അല്ലെങ്കിൽ അവരിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് നമ്മൾ അവരെ നോക്കിക്കാണും. സോ ഇതൊക്കെയാണ്, അല്ലെങ്കിൽ ഇതിനെയൊക്കെയാണ്, ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം, ഇമോഷണൽ ഇൻ്റലിജൻസ് ഉള്ള വ്യക്തി എന്ന് പറയാം. മെയിൻ ഏരിയാസ് ആർ നോയിങ് വൺസ് ഇമോഷൻ, നമ്മുടെ ഇമോഷൻസിനെ കുറിച്ച് നമ്മൾ അറിയുക. മാനേജിങ് ഇമോഷൻസ്, ആ ഇമോഷൻസിനെ എന്ത് ചെയ്യുക, മാനേജ് ചെയ്യാൻ നമ്മളെ തന്നെ കിട്ടുക. അന്ന് ദേഷ്യം വന്നാൽ ആര് പിടിച്ചാലും കൺട്രോൾ ചെയ്യാൻ പറ്റാതാവാൻ നമുക്ക് തന്നെ എന്ത് ചെയ്യണം, നമ്മുടെ ഇമോഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റണം. അതുപോലെ മോട്ടിവേറ്റിംഗ് വൺ സെൽഫ്, നമ്മളെ തന്നെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യുക, വേറെ ആരും വന്ന് മോട്ടിവേറ്റ് ചെയ്യില്ല. സോ സ്വന്തമായിട്ട് മോട്ടിവേറ്റ് ചെയ്യുക. റെക്കഗ്നൈസിങ് ഇമോഷൻസ് ഇൻ അതേഴ്സ്, മറ്റുള്ളവരിലും ഇങ്ങനത്തെ ഇമോഷൻസ് ഉണ്ടെന്നുള്ള കാര്യം തിരിച്ചറിയുക. അതുപോലെ ഹാൻഡ്ലിങ് റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുക. സോ ഇതിനെല്ലാം ഇമോഷണൽ ഇൻ്റലിജൻസ് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ദ എബിലിറ്റി ടു പെർസീവ്, എക്സ്പ്രസ്, അണ്ടർസ്റ്റാൻഡ് ആൻഡ് റെഗുലേറ്റ് ഇമോഷൻസ് ഇസ് ദ ഇമോഷണൽ ഇൻ്റലിജൻസ്. സോ ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് പെർസീവ് അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡ്, നമ്മുടെ ഇമോഷൻസിനെ റെഗുലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അത് മനസ്സിലാക്കുക, അതിനെ തിരിച്ചറിയുക, അല്ലെങ്കിൽ അതിനെ പെർസീവ് ചെയ്തെടുക്കുക. സോ ഇത് ഇത്രയുമാണ് ഇമോഷണൽ ഇൻ്റലിജൻസ് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. പീപ്പിൾ ഹൈ ഇൻ ഇമോഷണൽ ഇൻ്റലിജൻസ് ആർ മോർ ഇൻ ടഫ് വിത്ത് ദ ഫീലിങ്സ് ആൻഡ് ദ ഫീലിംഗ് ഓഫ് അതേഴ്സ്. സോ ഹൈ ഇമോഷണൽ ഇൻ്റലിജൻസ് ഉള്ള ആൾക്കാരാണെങ്കിൽ അവരുടെ ഫീലിങ്സ്, അതുപോലെ മറ്റുള്ളവരുടെ ഫീലിങ്സിൽ അവരെന്തായിരിക്കും, ടച്ച് ഉള്ളവരായിരിക്കും എന്നാണ് പറയുന്നത്. ഇനി ഇദ്ദേഹം പറയുന്നത് ഡാനിയൽ ഗോൾമാൻ്റെ മോഡൽ പ്രകാരം 4 ഘടകങ്ങളാണ് പറയുന്നത്. സെൽഫ് അവെയർനെസ്, സെൽഫ് മാനേജ്മെൻറ്റ്, സോഷ്യൽ അവെയർനെസ്, റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ്. സോ അതിൽ പേഴ്സണൽ കോമ്പീറ്റൻസിൽ വരുന്നതാണ് സെൽഫ് അവെയർനെസ്സും സെൽഫ് മാനേജ്മെൻറ്റും. സോ വാട്ട് ഐ സി, സെൽഫ് അവെയർനെസ്, ഞാൻ എന്നെക്കുറിച്ച് എന്താണ് കാണുന്നത്. എബിലിറ്റി ടു അക്യുറേറ്റ്ലി ഐഡൻറ്റിഫൈ ഇമോഷൻ ഓഫ് വൺ സെൽഫ്. സോ നമ്മളെക്കുറിച്ച് തന്നെയുള്ള നമ്മുടെ കാഴ്ചപ്പാട്. സോ അതാണ് സെൽഫ് അവെയർനെസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത സെൽഫ് മാനേജ്മെൻറ്റ്, വാട്ട് ഐ ഡു, എബിലിറ്റി ടു മാനേജ് ഇമോഷൻസ് ആൻഡ് ബിഹേവിയർ ടു മേക്ക് എ പോസിറ്റീവ് ഔട്ട്കം. ഇനി സെൽഫ് മാനേജ്മെൻറ്റ് നടത്തുകയാണ്. ഇപ്പോൾ ഒരു പോസിറ്റീവ് ഔട്ട്കമ്മിന് വേണ്ടി നമ്മുടെ ഇമോഷൻസിന് അല്ലെങ്കിൽ ബിഹേവിയറിനെ എന്ത് ചെയ്യുന്നു, മാനേജ് ചെയ്യുന്നു. സോ അതാണ് സെൽഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ ഇത് പേഴ്സണൽ കോമ്പീറ്റൻസിൽ വരും.
സോഷ്യൽ കോമ്പീറ്റൻസ് വരുന്നതാണ് സോഷ്യൽ അവെയർനെസ്, എബിലിറ്റി ടു ഐഡൻറ്റിഫൈ ഇമോഷൻസ് ആൻഡ് ടെൻഡൻസീസ് ആസ് ഇൻറ്ററാക്ഷൻ ഒക്കെ. സോ ഒരു ഇൻറ്ററാക്ഷൻഷിപ്പ് ഉണ്ടാകുമ്പോഴത്തേ അതിൽ മറ്റ് നമ്മുടെ ഫ്രണ്ടിൽ ഇരിക്കുന്ന വ്യക്തിയുടെ ഇമോഷൻ എന്താണെന്ന് അത് തിരിച്ചറിയാനുള്ള കഴിവ്. സോ ഒരു ഇൻറ്ററാക്ഷൻസിൽ നിർത്തുമ്പോൾ അതിലുള്ള അവരുടെ മറ്റ് ഫ്രണ്ടിൽ ഇരിക്കുന്ന ആൾ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വിഷമം എന്താണ് അല്ലെങ്കിൽ അവരുടെ ഇമോഷൻ എന്താണെന്ന് തിരിച്ചറിയാനുള്ള കഴിവാണിത് സോഷ്യൽ അവെയർനെസ് എന്ന് പറയുന്നത്. ഈ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് വരും, എബിലിറ്റി ടു മാനേജ് ഇൻറ്ററാക്ഷൻ കൺസ്ട്രക്റ്റീവ്ലി ടു മേക്ക് ആൻഡ് പോസിറ്റീവ് ഔട്ട്കം. സോ ഇൻറ്ററാക്ഷൻസ് എന്ത് ചെയ്യും, നല്ല പോസിറ്റീവ് ഔട്ട്കം ഉള്ളൊരു ഇൻറ്ററാക്ഷൻസ് ഉണ്ടാക്കാൻ ശ്രമിക്കും, മറ്റുള്ളവരുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കും. സോ ഇതാണ് ഡാനിയൽ ഗോൾമാൻ്റെ തിയറി ഓഫ് ഇമോഷണൽ ഇൻ്റലിജൻസ് പ്രകാരം സെൽഫ് അവെയർനെസ്, സെൽഫ് മാനേജ്മെൻറ്റ്. സോ ഇത് പേഴ്സണൽ കോമ്പീറ്റൻസസിൽ വരും. ഈ സോഷ്യൽ കോമ്പീറ്റൻസ് ആകുമ്പോഴത്തേക്ക് സോഷ്യൽ അവെയർനെസ്സും റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റും. നെക്സ്റ്റ് മോഡൽ ഓഫ് ഇൻ്റലിജൻസ് ആണ് പാസ് മോഡൽ ഓഫ് ഇൻ്റലിജൻസ്. പാസ് മീൻസ് പ്ലാനിങ്, attention or arousal and simultaneous successive model of intelligence എന്നാണ് പറയുന്നത്. P for planning, A for attention, arousal and S for simultaneous and S for successive. സോ ഇതാണ് പാസ് മോഡൽ ഓഫ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. സോ ഇത് ദാസ്, നഗിലേരി ആൻഡ് കിർബിയുടെയാണ് പാസ് മോഡൽ ഓഫ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. ഇനി ഇൻ്റലക്ച്വൽ ആക്ടിവിറ്റി ഇൻവോൾവ് ദ ഇൻ്റർഡിപ്പെൻഡൻറ്റ് ഫങ്ഷനിങ് ഓഫ് 3 ന്യൂറോളജിക്കൽ സിസ്റ്റം കോൾഡ് ദ ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ബ്രെയിൻ. സോ ഇവിടുത്തെ ഇൻ്റലക്ച്വൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബുദ്ധിപരം എന്ന് പറയുന്നത് ന്യൂറോളജിക്കൽ ബേസിസ് ആണ്, അല്ലെങ്കിൽ ബ്രെയിനിലെ ഓരോ പാർട്ടിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ഇൻ്റലിജൻസ് നടക്കുന്നതെന്നാണ് പറയുന്നത്. സോ ന്യൂറോളജിക്കൽ ബേസിസ് ഓഫ് ഇൻ്റലിജൻസിനെ കുറിച്ച് പറയുന്ന മോഡലാണ് PASS എന്ന് പറയുന്നത്, പാസ് മോഡൽ ഓഫ് ഇൻ്റലിജൻസ്. Pass model of intelligence, planning, attentional arousal and simultaneous successive theory of intelligence has been developed by J.P. Das, Jack Naglieri and Kirby. They propose that 3 functional units of brain determine the intellectual activity of an individual. So ഒരു വ്യക്തിയുടെ ഇൻ്റലക്ച്വൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ബ്രെയിനിലെ 3 പാർട്ടാണ് ഡിറ്റർമിൻ ചെയ്യുന്നതെന്നാണ് ഈ ഒരു തിയറി പ്രകാരം പറയുന്നത്. ഇനി ഈ 3 പാർട്ട്, ഈ യൂണിറ്റാണ് നമ്മൾ ബ്രെയിനിൽ നമുക്ക് പ്ലാൻ ചെയ്യാനും പ്ലാനിങ്ങും. ദിസ് 3 യൂണിറ്റ് ആർ റെസ്പോൺസിബിൾ ഫോർ പ്ലാനിങ്, എറോസൽ, അറ്റൻഷൻ ആൻഡ് സൈമിൾട്ടേനിയസ് സക്സസീവ് പ്രോസസ്സിങ്. സോ ഈ പ്രോസസ്സ് ചെയ്യാൻ സഹായിക്കുന്നത് ബ്രെയിനിലെ 3 ഭാഗങ്ങളാണെന്നാണ് ഈ ഒരു പാസ് മോഡൽ ഓഫ് ഇൻ്റലിജൻസിൽ പറയുന്നത്. ദിസ് പാസ് പ്രോസസ് ആർ ഇൻറ്ററാക്റ്റീവ് ഇൻ നേച്ചർ യെറ്റ് ഈച്ച് ഹാസ് ഇറ്റ്സ് ഓൺ ഡിസ്റ്റിങ് ഫങ്ഷൻസ്. ഓരോന്നിനും ഓരോ ഫങ്ഷൻസ് ഉണ്ട്. സോ പ്ലാനിങ് എന്ന് പറയുന്നത് ആഫ്റ്റർ ഓൾ ദിസ് പ്ലാനിങ് ഇസ് ആക്ടിവേറ്റഡ്. പ്ലാനിങ്ങിലാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ഇത് ആക്ടിവേറ്റ് ആകുന്നത്. ഇനി അലോ us to think of the possible courses of action, implement them to reach the target and evaluate the effectiveness. സോ പ്ലാൻ ചെയ്യുകയാണ്, നമ്മളൊരു കാര്യം ഇതിനെക്കുറിച്ച് തിങ്ക് ചെയ്യുകയാണ് അല്ലെങ്കിൽ പ്ലാൻ ചെയ്ത് എങ്ങനെ ഇതിൻ്റെ പോസിബിലിറ്റീസ് എന്തൊക്കെയാണ്, ഒരു കാര്യം നമ്മൾ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന കാര്യം പറയാണ്, അതെങ്ങനെ ഇത് ഇൻ്റലിജൻസ് ആകും എന്നുള്ളത്. സോ അത് പ്ലാൻ ചെയ്യും, ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യുന്നു, തിങ്ക് ചെയ്യുന്നു അതിനെക്കുറിച്ച്, അതിൻ്റെ പർപ്പസ്, അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ്സ്, ഇതിൻ്റെ എന്തൊക്കെ ചെയ്താൽ എങ്ങനെ എത്തും എന്നുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നു ഈ ഒരു സ്റ്റേജിൽ പ്ലാൻ ചെയ്യുന്നു. സോ അത് കഴിഞ്ഞ് നമുക്കൊരു അറ്റൻഷൻ കിട്ടണം, അല്ലെങ്കിൽ ഒരു എറോസൽ വേണം, അതിലോട്ട് പ്ലാൻ ചെയ്ത കാര്യത്തിലോട്ട് ഒരു അറ്റൻഷൻ കിട്ടണം. ഹെൽപ്പ് us in attending to stimuli. നമുക്ക് അതിൻ്റെ ആ സ്റ്റിമുലസിന് നമ്മൾ എന്താണോ പ്ലാൻ ചെയ്യുന്ന ആ ഒരു സ്റ്റിമുലസിലോട്ട് നമ്മൾ എന്ത് ചെയ്യും, എപ്പോഴും അറ്റൻറ്റീവ് അല്ലെങ്കിൽ എറോസൽ ഉണ്ടാകും. enable the person to process the information, optimal level of arousal. സോ ഒപ്റ്റിമൽ ലെവൽ ഓഫ് അറോസലിലെത്തും. സോ അവിടെ എന്ത് ചെയ്യും, നമ്മൾ അറ്റൻഷൻ ഗ്രാബ് ചെയ്യും. ഇനി അടുത്ത സൈമിൾട്ടേനിയസ് എന്ന് പറയുമ്പോൾ പെർസീവ് ദ റിലേഷൻ ആൻഡ് ഇൻറ്റഗ്രേറ്റ് ദം ഇൻ ടു മീനിങ് ഫുൾ പാറ്റേൺ. സോ സൈമിൾട്ടേനിയസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ കാര്യങ്ങൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യും, അത് ആ കാര്യങ്ങൾ പെർസീവ് ചെയ്തെടുക്കും. മീനിങ് ഫുൾ പാറ്റേണിൽ ആ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുത്തു, അത് സക്സസീവ്. റിമെമ്പർ ഓൾ ഇൻഫോ സീരി. ഇനി ഇത് ഓരോന്നും ഓരോ പാറ്റേൺ ആയിട്ട് എന്ത് ചെയ്യും, ഓർത്ത് വെച്ചിരിക്കും. സോ ഇതാണ് ഈ 4 സ്റ്റേജസിലൂടെയാണ് ഒരു ഇൻ്റലിജൻസ് കടന്നു പോകുന്നതെന്നാണ് പറയുന്നത്. പ്ലാനിങ്, അതിനുശേഷം ഒരു എറോസൽ അല്ലെങ്കിൽ ഒരു അറ്റൻഷൻ ഉണ്ടാകുന്നു, അതിനുശേഷം ഒരു സൈമിൾട്ടേനിയസ് ഒരു റിലേഷൻ അല്ലെങ്കിൽ മീനിങ് ഫുൾ പാറ്റേണിലോട്ട് അതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നു, അത് പിന്നെ സക്സസീവായിട്ട് നമ്മൾ റിമെമ്പർ ചെയ്ത് വെക്കുന്നു. സോ ഇതാണ് പാസ് മോഡൽ ഓഫ് ഇൻ്റലിജൻസിൽ പറയുന്നത്. സോ തിയറീസ് ഇത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്ത ഇൻ്റലിജൻസ് കോഷ്യൻ്റ് ആണ് നോക്കേണ്ടത്. സോ അബ്രിവേഷൻ IQ എന്ന് പറയുന്നത് ഇൻ്റലിജൻസ് കോഷ്യൻ്റ് ആണ്. ഈ ഒരു IQ എന്ന് പറയുന്ന ടേം കോയിൻ ചെയ്ത ആരാന്ന് ചോദിച്ചാൽ അത് വില്യം സ്റ്റേൺ ആണ്. സോ പക്ഷേ ആദ്യമായിട്ട് മെൻ്റൽ ടെസ്റ്റ് ഫോം ചെയ്തത്
വില്യം സ്റ്റേൺ അല്ല. ഇത് ഈ ഒരു ടേം IQ എന്ന് പറയുന്ന ടേം മാത്രമാണ് വില്യം സ്റ്റേൺ കൊണ്ടുവന്നത്. ആദ്യമായിട്ട് ഇൻ്റലിജൻസ് ടെസ്റ്റ് നടത്തിയത് ബിനറ്റ് ആൻഡ് സൈമൺ ആണ്. ദ ഐഡിയ ഓഫ് ഇൻ്റലിജൻസ് ക്വോഷ്യന്റ് വാസ് യൂട്ടിലൈസ്ഡ് ഫസ്റ്റ് ഇൻ 1916 ബൈ ബിനറ്റ് ആൻഡ് സൈമൺ ടെസ്റ്റ്. സോ ബിനറ്റ് ആൻഡ് സൈമൺ ടെസ്റ്റിലാണ് ആദ്യമായിട്ട് ഈ IQ എന്ന് പറയുന്ന കൺസെപ്റ്റ് അപ്ലൈ ചെയ്തത് അല്ലെങ്കിൽ യൂട്ടിലൈസ് ചെയ്തത്. ബിനറ്റ് ആൻഡ് സൈമൺ യൂസ്ഡ് മെൻ്റൽ ഏജ് ടു ഡിസ്റ്റിങ്വിഷ് ബ്രൈറ്റ് ഫ്രം ഡൾ ചിൽഡ്രൻ. സോ ബിനറ്റ് ആൻഡ് സൈമൺ മെൻ്റൽ ഏജ് അതിൻ്റെ അകത്ത് ഇൻ്റലിജൻസിൻ്റെ അടിസ്ഥാനത്തിൽ ബ്രൈറ്റ് ടു ഡൾ ചിൽഡ്രൻ എന്നുള്ള രീതിയിലാണ് ഡിസ്റ്റിങ്വിഷ് ചെയ്തിരിക്കുന്നത്. ഇനി IQ കാണുന്ന ഫോർമുല എന്ന് പറയുന്നത് മെൻ്റൽ ഏജ് ഡിവൈഡഡ് ബൈ ക്രോണോളജിക്കൽ ഏജ് ഇൻറ്റു 100 ആണ്. സോ മെൻ്റൽ ഏജ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു കുട്ടിക്ക് ആ ഒരു ഏജിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം, അവന് ചിലപ്പോൾ 4ാം ക്ലാസ് തന്നെ ആയിരിക്കും, അവന് ചിലപ്പോൾ 6ാം ക്ലാസ്സിലുള്ള കുട്ടികൾ ചെയ്യുന്ന കാര്യം ചെയ്യാൻ പറ്റുമായിരിക്കും. സോ അപ്പം അതാണ് അവിടുത്തെ മെൻ്റൽ ഏജ്. സോ അപ്പം ക്രോണോളജിക്കൽ ഏജ് എന്ന് പറയുന്നത് അവൻ്റെ ബയോളജിക്കലി അവൻ എത്ര ഏജായി. ഇപ്പോൾ 4ാം ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞല്ലേ 6ാം ക്ലാസ്സിലെ പ്രോബ്ലം ചെയ്യുന്നു. അപ്പം പക്ഷേ ക്രോണോളജിക്കൽ ഏജ് അവന് എത്ര വരും, 4ാം ക്ലാസ്സിലെ പ്രായമായിരിക്കും ക്രോണോളജിക്കൽ ഏജ് എന്ന് പറയുന്നത്. അപ്പം മെൻ്റൽ ഏജുമായി ക്രോണോളജിക്കൽ ഏജുമായിട്ട് ഡിവൈഡ് ചെയ്ത് അതിനെ 100 വെച്ച് ഇൻറ്റു ചെയ്യുന്നതാണ് ഒരു വ്യക്തിയുടെ IQ എന്നാണ് പറയുന്നത്. സോ എ 6-year-old ബോയ് വിത്ത് മെൻ്റൽ ഏജ് ഓഫ് 4. സോ അതിനെങ്ങനെ കാണും, 6 വയസ്സുള്ള ഒരു കുട്ടിയുടെ മെൻ്റൽ ഏജ് എന്ന് പറയുന്നത് 4 അപ്പം 4/6 ഇൻറ്റു 100 ആണ്. അത് 66.6 ആണ്. സോ അത് നമ്മൾ എന്ത് ചെയ്യും, ഒരു ക്ലാസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. IQൻ്റെ ടെർമാൻ്റെ ആണ് ക്ലാസിഫിക്കേഷൻ കൊടുത്തിരിക്കുന്നത്. സോ ഇതാണ് ഫോളോ ചെയ്യുന്നത്. സോ ഇതനുസരിച്ചാണെങ്കിൽ എന്താണ് 140 IQയിൽ കൂടുതലുള്ളവരാണ് ജീനിയസ് അല്ലെങ്കിൽ ഗോഡ് ഗിഫ്റ്റഡ് എന്നൊക്കെ പറയുന്നത്. സോ ഇത് BEd എക്സാമുകളിൽ കൂടുതലും ചോദിക്കാറുള്ളതാണ്, കേറ്ററ്റ് പോലുള്ള എക്സാമുകളിൽ. അപ്പം ഇത് നോക്കി വയ്ക്കുക. ജസ്റ്റ് 130 to 140 ആണെങ്കിൽ ഗിഫ്റ്റഡ് ആണ്, 120 to 130 ആണെങ്കിൽ വെരി സുപ്പീരിയർ ടാലൻറ്റഡ് ആണ്, 110 to 120 എബവ് ആവറേജ്, 19 to 110 ആണെങ്കിൽ ആവറേജ്, 18 to 19 ഫീബിൾ മൈൻഡഡ്, 17 to 80 ആകുമ്പോൾ ഡള്ളാവും, 50 to 70 മോറോൺ, 25 to 50 എംബിസൈൽ, 25 താഴെ ഇഡിയറ്റ് എന്നാണ് പറയുന്നത്. സോ ഇത്രയുമാണ് IQൻ്റെ ബേസിസിലെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ടെർമാൻ്റെ ക്ലാസിഫിക്കേഷൻ ഓഫ് IQ ആണ്. സോ ഇത്രയേ ഉള്ളൂ IQയുമായിട്ട് ഇൻ്റലിജൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള. ഇനി നമുക്ക് അടുത്ത ക്രിയേറ്റിവിറ്റിയെക്കുറിച്ചാണ്. ക്രിയേറ്റിവിറ്റി ഇസ് ദ കപ്പാസിറ്റി ഓർ എബിലിറ്റി ഓഫ് എ പേഴ്സൺ ത്രൂ വിച്ച് സംതിങ് ന്യൂ ഐഡിയാസ്, ഒബ്ജക്റ്റ്, അറേഞ്ച്മെൻറ്റ് ഓർ റീഅറേഞ്ച്മെൻറ്റ് ഓഫ് ഓൾഡ് എലമെൻറ്റ്സ് ക്യാൻ ബി ബിൽഡ് അപ്പ് ഫോർ ബ്രിങ്ങിങ് അപ്പ് എബൌട്ട് അപ്ലിഫ്റ്റ് ഇൻ ദ സൊസൈറ്റി. സോ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന ഒരു വ്യക്തി എന്ത് ചെയ്യണം, പുതിയ ഐഡിയാസ് അല്ലെങ്കിൽ പുതിയൊരു ഒബ്ജക്റ്റ് കൊണ്ടുവരികയാണ്. ഒരു പഴയ ഒരു കാര്യത്തിൽ നിന്ന് ഓൾഡ് എലമെൻറ്റ്സ് എല്ലാം എടുത്ത് കളഞ്ഞ് അതിൽ നിന്ന് അതിനെ അപ്ലിഫ്റ്റ് ചെയ്തുകൊണ്ട് പുതിയൊരു കാര്യം റീഅറേഞ്ച് ചെയ്ത് കൊണ്ടുവരുന്നതിനെയാണ് നമ്മൾ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. സോ അത് ഏത് മേഖലയിൽ വേണമെങ്കിലും ആവാമല്ലേ, അത് ഐഡിയാസ് ആകാം, ചിലപ്പോൾ അത് ഒബ്ജക്റ്റ് ആവാം, ചിലപ്പം ഒരു സൊസൈറ്റി ആയിരിക്കും അല്ലേ. സൊസൈറ്റി എന്ത് ചെയ്യുന്നു, അതിലുള്ള ആൾക്കാരെ അവർക്ക് പല രീതിയിൽ ചെയ്തുകൊണ്ട് അവരെ ക്രിയേറ്റീവായിട്ട് പല കാര്യങ്ങളിലൂടെ അവരെ അപ്ലിഫ്റ്റ് ചെയ്തുകൊണ്ടാകാം. സോ ക്രിയേറ്റീവ് തിങ്കേഴ്സ് ഓൾവേസ് എക്സ്പ്ലോർ ന്യൂ ഏരിയാസ് ആൻഡ് മേക്സ് ന്യൂ ഒബ്സർവേഷൻ, ന്യൂ പ്രഡിക്ഷൻസ് ആൻഡ് ന്യൂ ഇൻഫ്ലുവൻസ്. സോ ക്രിയേറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്ന ആൾക്കാരെന്ന് പറയുന്നത് എപ്പോഴും എല്ലാം പുതിയ ഏരിയയിലോട്ടേ പോകത്തുള്ളൂ. ജോബ് ആണെങ്കിലും പുതിയ ഏതെങ്കിലും വെറൈറ്റി ഉണ്ടോ, സോ അല്ലെങ്കിൽ പുതിയ കാര്യങ്ങളൊക്കെ ഒബ്സർവ് ചെയ്യത്തുള്ളൂ, പുതിയ കാര്യങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യും, ഇനി ഫ്യൂച്ചറിൽ ഇങ്ങനെയാണ് വരാൻ പോകുന്നത്, സോ അല്ലെങ്കിൽ ഇനി പുതിയതായിട്ട് ഉള്ള നിഗമനങ്ങളൊക്കെ കണ്ടെത്തും. സോ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളായിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ ക്രിയേറ്റീവായിട്ടുള്ള ആൾക്കാർ തിങ്ക് ചെയ്യുന്നത്. ഇനി അതിൻ്റെ ഡെഫിനിഷൻസ് ആണ്. അക്കോർഡിംഗ് ടു റോബർട്ട് ടി ഫ്രാങ്കൻ, ക്രിയേറ്റിവിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് ദ ടെൻഡൻസി ടു ജനറേറ്റ് or recognize ideas, alternatives or possibilities that may be useful in solving problem, communicating with others and entertaining ourselves and others. സോ റോബർട്ട് ടി ഫ്രാങ്കൻ്റെ ക്രിയേറ്റിവിറ്റിയെക്കുറിച്ചുള്ള ഒരു ഡെഫിനിഷനാണ്. സോ ഇതിൽ നമുക്ക് ഗിൽഫോർഡിൻ്റെതൊക്കെ ഒന്ന് നല്ല രീതിയിൽ ഗിൽഫോർഡിൻ്റെ അകത്താണ് ഡൈവേർജൻ്റ് തിങ്കിങ്ങിനെ കുറിച്ച് പ്രോപ്പറായിട്ടും പറയുന്നത്. ക്രിയേറ്റിവിറ്റി ഇസ് എ കപ്പാസിറ്റി ടു പ്രൊഡ്യൂസ് ഐഡിയാസ് ദാറ്റ് ആർ ബോത്ത് ന്യൂ ആൻഡ് യൂസ്ഫുൾ ത്രൂ ഡൈവേർജൻ്റ് തിങ്കിങ്. സോ ഡൈവേർജൻ്റ് തിങ്കിങ്ങിലൂടെ നമുക്ക് ഉപയോഗമുള്ള പുതിയ ഒരു കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ആ ഒരു കഴിവിനെയാണ് നമ്മൾ ക്രിയേറ്റിവിറ്റി എന്നാണ് ഗിൽഫോർഡ് ഇതിൻ്റെ ഡെഫിനിഷൻ പ്രകാരം പറയുന്നത്. സോ ഇനി നേച്ചർ ഓഫ് ക്രിയേറ്റിവിറ്റി. സോ ഒരു ക്രിയേറ്റീവ് പേഴ്സൺ ആവുക എന്ന് പറയുമ്പോഴത്തേക്ക് എന്തൊക്കെയായിരിക്കും നേച്ചർ? ക്രിയേറ്റീവ് ചൈൽഡ് ഈസ് കറേജിയസ് ഇൻ ദ കൺവിക്ഷൻ ഓഫ് ഹിസ് ബിലീഫ്സ് ആൻഡ് വാല്യൂസ്. സോ എന്താണ്
ഒരു ക്രിയേറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ക്രിയാത്മകത ഉള്ള കുട്ടി എന്ന് പറയുമ്പോഴത്തേക്ക് അവൻ കറേജസ് ആയിരിക്കും. അവൻ്റെ ബിലീഫ് അല്ലെങ്കിൽ വാല്യൂസിൽ നിന്ന് അവൻ മാറി ചിന്തിക്കാനോ അല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാനുള്ള ഐഡിയാസ് ഉള്ളൊരു വ്യക്തിയായിരിക്കും. ദ ക്രിയേറ്റീവ് ചൈൽഡ് ഈസ് ക്യൂരിയസ് ടു നോ മോർ അബൌട്ട് ഹിസ് എൻവയോൺമെൻറ്റ്. സോ അതുപോലെ തന്നെ ക്യൂരിയസ് ആയിരിക്കും, ഭയങ്കര ക്യൂരിയസ്, എന്ത് കണ്ടാലും അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് പുതിയ പുതിയ കാര്യങ്ങൾ അവൻ്റെ എൻവയോൺമെൻറ്റിൽ നടക്കുന്ന ഓരോ കാര്യത്തിനെയും കുറിച്ചും ഒരു ക്രിയേറ്റീവായിട്ടുള്ളൊരു കുട്ടി ക്യൂരിയസ് ആയിരിക്കും. അതുപോലെ ഇൻഡിപെൻഡൻറ്റ് ജഡ്ജ്മെൻറ്റ് ഇസ് അനദർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ക്രിയേറ്റീവ്. അതുപോലെ ഒരു ക്രിയേറ്റീവ് ചൈൽഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ജഡ്ജ്മെൻറ്റ് എടുക്കുന്നത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടായിരിക്കും, അവൻ്റെ ഇഷ്ടത്തിനായിരിക്കും എടുക്കുന്നത്. അവൻ മറ്റുള്ളവർ പറയുന്ന കാര്യം നോക്കത്തില്ല, സ്വന്തമായിട്ട് അവൻ്റെ അഭിപ്രായമായിരിക്കും, അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് ജഡ്ജ്മെൻ്റ് ആയിരിക്കും ഒരു അനദർ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ദ ക്രിയേറ്റീവ് പേഴ്സൺ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഇൻ തിങ്കിങ് അബൌട്ട് ദ പ്രോബ്ലം ഓഫ് വേരിയസ് ടൈപ്പ്. സോ ചിന്തകളിലും എല്ലാം അവരെന്തായിരിക്കും, വ്യത്യസ്തരായിരിക്കും, അല്ലെങ്കിൽ ഒറ്റയ്ക്കായിരിക്കും അവർ ചിന്തിക്കുന്നത്. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവർ പല പ്രോബ്ലത്തിനും പല രീതിയിൽ അവരെന്ത് ചെയ്യും, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അത് തിങ്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും ക്രിയേറ്റീവ് പേഴ്സൺസ് എന്ന് പറയുന്നത്. Creative child become preoccupied with the task where he concentrated all his mental energies on the task in hand. So creative ചിൽഡ്രൻ എന്ന് പറയാൻ എപ്പോഴും എന്തായിരിക്കും, അവരുടെ കയ്യിലുള്ള കാര്യത്തിനെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു മെൻ്റൽ എനർജീസ് ഉപയോഗിച്ച് വെച്ച് അവരെന്ത് ചെയ്യും, എപ്പോഴും ആ ഒരു കാര്യത്തിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കും. അതിൽ നിന്ന് പല കാര്യങ്ങൾ എന്ത് ചെയ്യാൻ നോക്കും. അവരുടെ കയ്യിലൊരു പ്രോബ്ലം ഉണ്ട് അല്ലെങ്കിൽ പുതിയൊരു കാര്യമുണ്ട്, അവരതിനെക്കുറിച്ച് കൂടുതൽ ഡീപ്പായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യും. വില്ലിംഗ് ടു ടേക്ക് റിസ്ക് ഈസ് അനദർ കപ്പാസിറ്റി ഓഫ് എ ക്രിയേറ്റീവ് ചൈൽഡ്. സോ റിസ്ക് എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരായിരിക്കും ക്രിയേറ്റീവ് ചൈൽഡ് എന്ന് പറയുന്നത്. സോ ഹാസ് വിഷൻ ഓഫ് ഫ്യൂച്ചർ പ്രോബ്ലം, ഭാവിയിൽ വരാൻ പോകുന്ന പ്രോബ്ലംസിനെയൊക്കെ കുറിച്ചുള്ള വിഷൻസ് ഉള്ളവരായിരിക്കും ക്രിയേറ്റീവായിട്ടുള്ള ആൾക്കാർ. ഇനി സ്റ്റേജസ്, ഇനി ക്രിയേറ്റിവിറ്റിയുടെ സ്റ്റേജസ് ആണ്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വല്ലാസിൻ്റെ 1926 അദ്ദേഹം 4 സ്റ്റേജസ് ആണ് ക്രിയേറ്റീവ് തിങ്കിങ്ങിന് പറഞ്ഞിരിക്കുന്നത്. സോ ഫസ്റ്റ് വണ്ണാണ് പ്രിപ്പറേഷൻ സ്റ്റേജ്. ഒരു ക്രിയേറ്റിവിറ്റി എന്ന് പറയുമ്പോഴത്തേ അതിൻ്റെ ആദ്യത്തെ സ്റ്റേജ് പ്രിപ്പറേഷൻ ആണ്. ദിസ് സ്റ്റേജ് കൺസിസ്റ്റ് ഓഫ് പർപ്പസ്ഫുൾ സ്റ്റഡി ആൻഡ് എൻക്വയറി ഇൻ ഓർഡർ ടു കളക്ട് എക്സ്പീരിയൻസ് ആൻഡ് ഇൻഫർമേഷൻ നീഡഡ് ടു സോൾവ് പ്രോബ്ലം. ദ പ്ലാൻ ഓഫ് ആക്ഷൻ ഇസ് ഫോർമുലേറ്റഡ് ബൈ മീൻസ് ഓഫ് കളക്ടിങ് ആൻഡ് അനലൈസിങ് ദ ഇൻഫർമേഷൻ. സോ ഈ ഒരു പ്രിപ്പറേഷൻ സ്റ്റേജിലായിരിക്കും ഇവിടെ എന്ത് ചെയ്യുന്നത്, പേർപ്പസ്ഫുള്ളായിട്ടൊരു സ്റ്റഡി നടത്തുന്നത്. സോ എന്തുകൊണ്ട് ഈ ഒരു ഏരിയയിൽ നിന്ന് എക്സ്പീരിയൻസിൽ എന്തൊക്കെ പ്രീവിയസ് ആയിട്ട് ഇതിനെക്കുറിച്ച് എന്തൊക്കെ ഐഡിയാസ് ഉണ്ട്, അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് എല്ലാം കളക്ട് ചെയ്ത് അതിനെ അനലൈസ് ചെയ്ത് ഒരു പ്ലാൻ തയ്യാറാക്കും. എന്തെങ്കിലും ഇപ്പോൾ ഒരു പുതിയൊരു തീം ഒരു സിനിമ എഴുതാൻ പോവുകയാണ്. സോ അപ്പോൾ അതിന് ഇല്ലാത്തൊരു ഫീൽഡ് നോക്കി പുതിയൊരു ഏരിയ നോക്കി അവരെന്ത് ചെയ്യും, ഒരു പഠനം നടത്തി ഈ ഒരു ഏരിയയെക്കുറിച്ച് ഇങ്ങനെ ഇല്ല. സോ അപ്പോൾ ഈ ഒരു ഏരിയയെക്കുറിച്ച് ഒരു സിനിമ എടുക്കുക എന്നുള്ളൊരു പ്രിപ്പറേഷനുള്ള സ്റ്റേജ് നടത്തും, അനാലിസിസ് ഒക്കെ നടത്തും. ഇനി അതിനുശേഷം ഇൻക്യുബേഷൻ. ദിസ് സ്റ്റേജ് ഇസ് ആൻ ആബ്സെൻസ് ഓഫ് ക്രിയേറ്റീവ് തിങ്കിങ് അബൌട്ട് ദ പ്രോബ്ലം. സോ ഈ ഇൻക്യുബേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത് ക്രിയേറ്റീവ് തിങ്കിങ് നടക്കാത്ത സ്റ്റേജാണ്. ഇവിടെ ക്രിയേറ്റീവ് തിങ്കിങ് നടക്കത്തില്ല, ആ പ്രോബ്ലത്തിനെക്കുറിച്ച് ക്രിയേറ്റീവായിട്ട് തിങ്ക് ചെയ്യാത്തൊരു സ്റ്റേജാണ് ഇൻക്യുബേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. ദർ ഇസ് എ പീരീഡ് ഓഫ് റെസ്റ്റ് വെൻ ദർ ഇസ് നോ ഒബ്വിയസ് ആക്ടിവിറ്റി ആൻഡ് പ്രോഗ്രസ്. സോ ഈ ഒരു പീരീഡിൽ ഒരു റെസ്റ്റ് പീരീഡാണ്. ഇവിടെ പ്രത്യേകിച്ച് ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു പ്രോഗ്രസ്സോ നടക്കത്തില്ല. ഇറ്റ് സീക്സ് അൺകവർ ന്യൂ റിലേഷൻഷിപ്പ് എമംഗ് ഫെമിലിയർ ഫാക്ട്. സോ ഇവിടെ പുതിയ കാര്യങ്ങളൊന്നും നടക്കത്തില്ല, പുതിയ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഫെമിലിയർ ഫാക്റ്റുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ത് ചെയ്യും, ഒന്ന് നോക്കത്തേ ഉള്ളൂ. ഇവിടെ പ്രത്യേകിച്ച് ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും നടക്കാത്തൊരു സ്റ്റേജാണ് ഇൻക്യുബേഷൻ സ്റ്റേജ്. സോ അതിന് ശേഷം എന്ത് ചെയ്യും, ഒരു ഇലൂമിനേഷൻ, സഡൻ ഐഡിയ ഒക്കെ ത്രൂ ഇൻസൈറ്റ് ആൻഡ് ഇറ്റ് പ്രൊവൈഡ് ബെറ്റർ സൊല്യൂഷൻ ടു ദ പ്രോബ്ലം. സോ ഇലൂമിനേഷൻ, സോ നമ്മൾ ഇൻസൈറ്റ് എന്ന് പറയും, ഉൾക്കാഴ്ച എന്ന് പറയും. പെട്ടെന്ന് സഡൻ ഫ്ലാഷ് ഓഫ് ലൈറ്റിൽ നമുക്കൊരു ഐഡിയ വരും, ഇങ്ങനെ ചിന്തിക്കാം. സോ അവിടുത്തെ ക്രിയേറ്റീവ് പെട്ടെന്നൊരു ഐഡിയ നമുക്ക് വരും, അതാണ് ഇലൂമിനേഷൻ സ്റ്റേജ്. തിങ്കർ ഗെറ്റ്സ് എ ഇൻസൈറ്റ്ഫുൾ സൊല്യൂഷൻ. സോ ആ പ്രോബ്ലത്തിനുള്ള ഒരു സൊല്യൂഷൻ എന്ത് ചെയ്യും, പെട്ടെന്ന് അയാളുടെ മനസ്സിൽ ഒരു സഡൻ ഫ്ലാഷ് ഓഫ് ലൈറ്റ് പോലെ ഇൻസൈറ്റ് പോലെ വരും. സോ ആ ഒരു സ്റ്റേജാണ് ഇലൂമിനേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. ഇനി ഫോർത്ത് സ്റ്റേജാണ് വെരിഫിക്കേഷൻ. ഇലൂമിനേഷൻ ഈസ് ട്രൈഡ് ഔട്ട്. സോ ആ വന്ന ആ ഉൾക്കാഴ്ച അവിടെ എന്ത് ചെയ്യും, നടത്തും. വെരിഫൈ ഐഡിയ ഓഫ് സൊല്യൂഷൻ വെദർ ഇറ്റ് ഈസ് കറക്റ്റ് ഓർ നോട്ട്. സോ അവിടെ വെച്ച് നമുക്ക് കിട്ടിയ ആ ഒരു ഉൾക്കാഴ്ച ഉണ്ടല്ലോ, അത് അവിടെ വെച്ച് വെരിഫൈ ചെയ്ത് അതിന് സൊല്യൂഷൻ കണ്ടെത്തി അത് കറക്റ്റ് ആണോ അല്ലെങ്കിൽ തെറ്റാണോ എന്നുള്ള കാര്യമൊക്കെ വെരിഫൈ ചെയ്യുന്ന സ്റ്റേജാണ് വെരിഫിക്കേഷൻ. സോ അപ്പം ക്രിയേറ്റിവിറ്റിയുടെ 4 സ്റ്റേജാണ്. പ്രിപ്പറേഷൻ സ്റ്റേജ്, സോ അതിനെക്കുറിച്ചുള്ള ഫാക്റ്റുകളെല്ലാം കളക്ട് ചെയ്ത് അതിനെക്കുറിച്ച് സ്റ്റഡി നടത്തി അതിൻ്റെ പർപ്പസ്ഫുൾ സ്റ്റഡി ആക്കും. അതിനുശേഷം എന്ത് ചെയ്യും, ഇൻക്യുബേഷൻ സ്റ്റേജാണ്. ഇവിടെ ഒന്നും നടക്കത്തില്ല, ഇവിടെ പ്രത്യേകിച്ച് ക്രിയേറ്റീവ് തിങ്കിങ് ഒന്നും നടക്കത്തില്ല. അവിടെ എല്ലാവരും മന്ദഗതിയിലായിരിക്കും. പ്രീവിയസ് ആയിട്ട് നടന്ന ഫാക്റ്റുകൾ വെച്ച് ഒന്ന് റിലേഷൻഷിപ്പ് നോക്കത്തേ ഉള്ളൂ, പുതിയതായിട്ട് ഐഡിയാസ് ഒന്നും അവിടെ ഡെവലപ്പ് ചെയ്യത്തില്ല. പിന്നെ അതിനുശേഷം അടുത്ത സ്റ്റേജാണ് എന്താ, ഇലൂമിനേഷൻ. പെട്ടെന്ന് ഐഡിയ കിട്ടും, സഡൻ ഫ്ലാഷ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്, നമുക്ക് ഇൻസൈറ്റ് കിട്ടി, പെട്ടെന്ന് ഒരു ഐഡിയ കിട്ടി,
കിട്ടുന്നു. അതാണ് ഇലുമിനേഷൻ സ്റ്റേജ്. അതിനുശേഷം അതിനെ വെരിഫൈ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്ന് വെരിഫിക്കേഷൻ നടത്തുന്നു. സോ ഇതാണ് സ്റ്റേജസ് ഓഫ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. സോ ഇനി എലമെൻറ്റ്സ് ഉണ്ട് അല്ലേ. ക്രിയേറ്റിവിറ്റിയുടെ എലമെൻറ്റ്സ് ആണ് ഫ്ലുവൻസി, ഫ്ലെക്സിബിലിറ്റി, ഒറിജിനാലിറ്റി, ഇലാബറേഷൻ ആൻഡ് സെൻസിറ്റിവിറ്റി. സോ ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ടാകുമെന്ന് പറയുമ്പോൾ അതിലൊരു ഫ്ലുവൻസി ഉണ്ടായിരിക്കണം. സോ ഫ്ലുവൻസി ഉണ്ടായിരിക്കണം. അതുപോലെ നമ്മൾ ചെയ്യുന്ന ക്രിയേറ്റിവിറ്റിയിൽ എന്താണ് ഫ്ലെക്സിബിലിറ്റി ഉണ്ടായിരിക്കണം. അതുപോലെ ഒറിജിനാലിറ്റി ഉണ്ടായിരിക്കണം. നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ഐഡിയ എന്ന് പറയുന്നത് എന്താണ് അൺയൂഷ്വൽ അല്ലെങ്കിൽ പുതിയതായിരിക്കും, യുണീക്കായിട്ടുള്ളതായിരിക്കണം. പുതിയതായിട്ടൊരു മെഷീൻ കണ്ടെത്തുക അല്ലെങ്കിൽ പുതിയതായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ആരും ഇതുവരെ ചെയ്യാത്ത ഒരു ഒറിജിനാലിറ്റി ഉണ്ടായിരിക്കണം. അതുപോലെ ഇലാബറേഷൻ ഉണ്ടായിരിക്കണം. എബിലിറ്റി ടു ആഡ് ഡീറ്റെയിൽസ് ഇൻ ഓർഡർ ടു മോഡിഫൈ. ഇനി ഭാവിയിൽ എന്തെങ്കിലും അഡീഷണൽ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റണം. അതുപോലെ സെൻസിറ്റിവിറ്റി ഉണ്ടാവണം. സോ ഇത്രയുമാണ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഇത്രയേ ഉള്ളൂ ഇതിൽ. ഇനി അബ്സ്ട്രാക്റ്റ് തിങ്കിങ്ങും ഡൈവേർജൻറ്റ് തിങ്കിങ്ങും മാത്രമേ ഉള്ളൂ ഈ ഒരു ഇതിൽ. സോ അത് നമ്മൾ തിങ്കിങ് എന്ന് പറയുന്നൊരു സെപ്പറേറ്റ് ഒരു യൂട്യൂബ് വീഡിയോസിൽ ചെയ്തിട്ടുണ്ട്. സോ അത് ഇതിൽ ഷെയർ ചെയ്തേക്കാം. സോ ഇനി നമുക്ക് ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് MCQs നോക്കാം. ഹൂ ഡിഫൈൻഡ് ഇൻ്റലിജൻസ് ഇസ് ദ എബിലിറ്റി ടു ജഡ്ജ് വെൽ, റീസൺ വെൽ ആൻഡ് ആക്ട് വെൽ. സോ ഇത് ബെനറ്റിൻ്റെ ഡെഫിനിഷൻ ആണ്. സോ ഓപ്ഷൻ എ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ അബ്രിവേഷൻ ഓഫ് IQ വാസ് കോയിൻഡ് ബൈ. സോ വില്യം സ്റ്റേൺ ആണ്. ഇനി IQ ഫോർമുല എന്ന് പറയുന്നത് MA/CA × 100 ആണ്. ഫോർത്ത് വൺ, എമംഗ് ദ ഫോളോയിങ് ഫാക്ടർ എഫക്റ്റിംഗ് ഇൻ്റലിജൻസ്. സോ ഇൻ്റലിജൻസിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെൻറ്റ് ഉണ്ട്, ഏജ്, ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ ഡെവലപ്മെൻറ്റ്. സോ ഓൾ ആണ് ആൻസർ വരുന്നത്. ഇതെല്ലാം ഫാക്ടറാണ്. ഇനി ചൂസ് ദ നേച്ചർ ഓഫ് ഇൻ്റലിജൻസ്. സോ it is innate mental ability which grow and it is influenced by environment. It shows the capacity to adapt to new changed situation quickly and correctly. So both ആണ് ആൻസർ വരുന്നത്. ഇനി find the correct pair. So correct pair two factor theory സ്പിയർമാൻ്റെ ആണ്, അത് കറക്റ്റ് ആണ്. ഇനി സ്ട്രക്ചർ ഓഫ് ഇൻ്റലക്റ്റ് ഗാർഡനർ അല്ല, ഗിൽഫോർഡിൻ്റെ ആണ്. ഇനി ട്രയാർക്കിക് തിയറി അത് സ്റ്റേൺബർഗിൻ്റെ ആണ്. ഇനി ഇമോഷണൽ ഇൻ്റലിജൻസ് തേഴ്സ്റ്റൺ അല്ല, ഡാനിയൽ ഗോൾമാൻ ആണ്. സോ ഓപ്ഷൻ 1ഉം 3ഉം മാത്രമേ ഉള്ളൂ കറക്റ്റ്, ഓപ്ഷൻ സി. സെവൻത്ത് വൺ, അനാർക്കിക് തിയറി വാസ് പ്രൊപ്പോസ്ഡ് ബൈ. അനാർക്കിക് തിയറി എന്നല്ലെങ്കിൽ മൾട്ടി ഫാക്ടർ തിയറി എന്ന് പറയുന്നത് തേഴ്സ്റ്റൻ്റെ ആണ്, ഓപ്ഷൻ ബി. എയ്ത്ത് വൺ, വിച്ച് തിയറി പ്രൊപ്പോസ്ഡ് ദാറ്റ് ഇൻ്റലക്ച്വൽ എബിലിറ്റീസ് വെർ കംപ്രൈസ്ഡ് ഓഫ് ജനറൽ ആൻഡ് സ്പെസിഫിക് ഫാക്ടേഴ്സ്. സോ ജനറൽ ഫാക്ടറും സ്പെസിഫിക് ഫാക്ടറും ഉണ്ടെന്ന് പറയുന്നത് ഏത് തിയറിയിലാണ്? ടു ഫാക്ടർ തിയറി ഓഫ് സ്പിയർമാൻ ആണ്. സോ തിയറി ഓഫ് കാറ്റിൽ അല്ല, ടു ഫാക്ടർ തിയറി ഓഫ് കാറ്റിൽ അല്ല, സ്പിയർമാൻ ആണ്. നയൻത്ത്, ഇൻ സ്പിയർമാൻ ടു ഫാക്ടർ തിയറി ജി ഫാക്ടർ ഈസ്. സോ ജി ഫാക്ടർ എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഇൻബോൺ എബിലിറ്റിയാണ് ജി ഫാക്ടറിൽ പറയുന്നത്. ഹു ക്ലാസിഫൈഡ് ഇൻ്റലിജൻസ് ആസ് ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസ് ആൻഡ് ഫ്ലൂയിഡ് ഇൻ്റലിജൻസ്. സോ കാറ്റിലാണ്. 11th one, among this which is not a factor of anarchic theory of multi-factor theory of Thurston. സോ ഇതിൽ അനാർക്കിക് തിയറിയിൽ വരാത്ത അല്ലെങ്കിൽ മൾട്ടി ഫാക്ടറിൽ വരാത്തത് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. വെർബൽ വരുന്നുണ്ട്, സ്പേഷ്യൽ വരുന്നുണ്ട്, മെമ്മറി വരുന്നുണ്ട്. സോ ക്രിയേറ്റിവിറ്റിയാണ് വരാത്തത്. സോ ഓപ്ഷൻ ഡി ആണ്. ഇനി 12th വൺ, ഹൂ കൺസ്ട്രക്റ്റഡ് ടെസ്റ്റ് ഓഫ് ഇൻ്റലിജൻസ് നോൺ ആസ് ടെസ്റ്റ് ഓഫ് പ്രൈമറി മെൻ്റൽ എബിലിറ്റി. സോ ഇത് പ്രൈമറി മെൻ്റൽ എബിലിറ്റി എന്ന് പറയുന്ന ടെസ്റ്റ് ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്തത് തേഴ്സ്റ്റൺ ആണ്, ഓപ്ഷൻ എ. 13, see the intelligence is described as bodily kinesthetic. Which theory of intelligence is referred? സോ സീതയുടെ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ബോഡിലി കൈനസ്തെറ്റിക് എന്നാണ് പറയുന്നത്. സോ അപ്പോൾ അത് ഏത് ഇൻ്റലിജൻസ് തിയറിയുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്? തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ആണ്, ലെഹവാർഡ് ഗാർഡനറുടെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ആണ്. 14, സ്റ്റേൺബർഗ് ട്രയാർക്കിക് തിയറി ഓഫ് ഇൻ്റലിജൻസ് ഇൻക്ലൂഡ് ക്രിയേറ്റീവ് ഇൻ്റലിജൻസ്, പ്രാക്ടിക്കൽ ഇൻ്റലിജൻസ് ആൻഡ് എന്താണ് അനലിറ്റിക്കൽ ഇൻ്റലിജൻസ് ആണ് അല്ലേ. ക്രിയേറ്റീവ് ഉണ്ട്, പ്രാക്ടിക്കൽ ഉണ്ട്, അനലിറ്റിക്കൽ ഇൻ്റലിജൻസ് ആണ് സ്റ്റേൺബർഗിൻ്റെ ട്രയാർക്കിക് തിയറി. 15, അനിത ഈസ് ഫ്രണ്ട്ലി, ഓൾവേസ് വില്ലിംഗ് ടു ഹെൽപ്പ് അതേഴ്സ് ആൻഡ് കമ്പാഷനേറ്റ്. വൈൽ കൺസിഡറിങ് ഗാർഡനർ തിയറി ഇറ്റ് ക്യാൻ അസ്യൂം ദാറ്റ് അനിത ഹാസ് ഹൈ. സോ എന്താണ് അനിത എന്ന് പറയുന്നത് മറ്റുള്ളവരുമായിട്ട് നല്ല ഫ്രണ്ട്ലിയാണ്, മറ്റുള്ളവരെ സഹായിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരാണ്. അങ്ങനെയുള്ള ആൾക്കാർ നമ്മൾ പറയുന്നത് ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ് എന്നാണ്. സോ ഓപ്ഷൻ സി ആണ്. അക്കോർഡിംഗ് ടു തേഴ്സ്റ്റൺ, ഹൗ മെനി പ്രൈമറി മെൻ്റൽ എബിലിറ്റീസ് ആർ ദെയർ? സോ തേഴ്സ്റ്റൻ്റെ ഇത് പ്രകാരം എത്ര മെൻ്റൽ എബിലിറ്റീസ് ഉണ്ടെന്നാണ് പറയുന്നത്? 7 ആണ്, ഓപ്ഷൻ സി. തേർഡ് സ്റ്റേജ് ഓഫ് ക്രിയേറ്റീവ് തിങ്കിങ്. തേർഡ് സ്റ്റേജ് ഓഫ് ക്രിയേറ്റീവ് തിങ്കിങ് എന്ന് പറയുന്നത് ഇല്ലുമിനേഷൻ ആണ്. സോ ഓപ്ഷൻ സി. വിച്ച് ആൻസർ ബെസ്റ്റ് ഡിസ്ക്രൈബ് ക്രിയേറ്റീവ് തിങ്കിങ്? സോ ക്രിയേറ്റീവ് തിങ്കിങ്ങിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്ന കറക്റ്റ് ആൻസർ ഏതാ? പ്രോഡക്റ്റ് ഓഫ് ഡൈവേർജൻ്റ് തിങ്കിങ് ആണ്. ഡൈവേർജൻ്റ് തിങ്കിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് എന്താണ് ക്രിയേറ്റിവിറ്റി ഫോം ചെയ്യുന്നത്. സോ പ്രോഡക്റ്റ് ഓഫ് ഡൈവേർജൻ്റ് തിങ്കിങ്. ദ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ക്രിയേറ്റീവ് തിങ്കിങ് എന്ന് പറയുന്നത് പ്രിപ്പറേഷൻ സ്റ്റേജ് ആണ്. സോ ഓപ്ഷൻ സി.
20. Intellectual activity can be viewed in a 3-dimensional pattern. Who suggested the viewpoint? 3-dimensional പാറ്റേണിൽ വ്യൂ ചെയ്യാമെന്ന് പറഞ്ഞത് ആരാണ്? ഗിൽഫോർഡ് ആണല്ലേ. ഗിൽഫോർഡിൻ്റെയാണ് 3-dimensional pattern. ഇനി 21. Who introduced the term intelligence quotient? സോ വില്യം സ്റ്റേൺ ആണ് ഇൻ്റലിജൻസ് quotient എന്ന് പറയുന്ന ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. 22. According to Spearman, a child show remarkable performance in mathematics due to which of the following factor of his or her intellectual ability? സോ ഇതിൽ ഒരു കുട്ടി മാത്തമാറ്റിക്സിൽ നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നു, പെർഫോമൻസ് കാണിക്കുന്നുണ്ടെങ്കിൽ അത് എന്തൊക്കെ ഫാക്ടേഴ്സ് കാരണമായിരിക്കും? സ്പെസിഫിക് ആൻഡ് ജനറൽ ഫാക്ടേഴ്സ്. ജനറൽ ഫാക്ടറിൽ എല്ലാവർക്കും എന്താണ്, നോർമലി എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്യും. പക്ഷേ നല്ല രീതിയിൽ നല്ല പെർഫോമൻസ് ചെയ്യണമെങ്കിൽ അവിടെ എന്ത് ചെയ്യണം, മാത്സിലുള്ള സ്പെസിഫിക്കും കൂടെ വേണം. അപ്പോൾ 2 ഫാക്ടേഴ്സ് ഉണ്ടെങ്കിലേ സക്സസ്ഫുൾ ആവും. സോ അതാണ് സ്പെസിഫിക് ആൻഡ് ജനറൽ ഫാക്ടർ ആണ് ആൻസർ വരുന്നത്. ഇനി 23. എ കോട്ട്. ഇതൊരു ഹവാർഡ് ഗാർഡനറിൻ്റെ ഒരു ഇതാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ. വൺസ് വി റിയലൈസ് ദാറ്റ് പീപ്പിൾ ഹാവ് വെരി ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് മൈൻഡ്, ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സ്ട്രെങ്ത് ആൻഡ് സം പീപ്പിൾ ആർ ഗുഡ് ഇൻ തിങ്കിങ്. സോ ഇവിടെ പറയുന്നത് പല വ്യക്തികൾക്കും പല രീതിയിലായിരിക്കും അവർ തിങ്ക് ചെയ്യുന്നത്, പല സ്ട്രെങ്ത് ആയിരിക്കും ഉള്ളത്. അവർക്ക് ചില ആൾക്കാർ നല്ല സ്പേഷ്യലി തിങ്ക് ചെയ്യും, അവർക്ക് ലാംഗ്വേജ് ആയിരിക്കും നല്ലത്, ചിലർ ലോജിക്കലി തിങ്ക് ചെയ്യും, പക്ഷേ ചിലർ ആക്ടിവിറ്റി ആയിരിക്കും ചെയ്യുന്നത്. സോ അപ്പോൾ ഇങ്ങനെ ഉള്ള വ്യത്യസ്തമുണ്ടെങ്കിൽ, വ്യത്യസ്തതലമായിട്ടുള്ള ഇൻ്റലിജൻസ് ഉണ്ടെങ്കിലും പക്ഷേ അവർക്കെല്ലാം പൊതുവേ കൊടുക്കുന്നത് എന്താണ്, ഒരേ എഡ്യൂക്കേഷനാണ്. സോ അത് അൺഫെയർ ആണെന്ന് എഡ്യൂക്കേഷനെ കുറിച്ച് പറഞ്ഞത് ഹവാർഡ് ഗാർഡനറാണ്. ഈ 24. വിച്ച് among the following is not a factor of emotional intelligence? ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ ഭാഗമല്ലാത്തത്. സെൽഫ് അവെയർനെസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ, എമ്പതി ഉണ്ടായിരിക്കും, അതുപോലെ സോഷ്യൽ സ്കിൽസും ഉണ്ട്. സെൽഫ് ആക്ച്വലൈസേഷൻ അല്ല. സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. 25. among the following psychologists who is not a theorist on intelligence? സോ തേഴ്സ്റ്റൺ, ഗാർഡ്നർ, സ്പിയർമാൻ എല്ലാം ഇൻ്റലിജൻസിൻ്റെ തിയറിസ്റ്റാണ്, കേളർ അല്ല. സോ ഓപ്ഷൻ ബി ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ഫാക്ടർ ഓഫ് ഇമോഷണൽ ഇൻ്റലിജൻസ്? സോ ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ ഫാക്ടർ അല്ലാത്തത് കൺട്രോളിങ് അതേഴ്സ് ഇമോഷൻ. മറ്റുള്ളവരുടെ ഇമോഷൻ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. സോ ഇനി 27. റാണി ഇസ് എ സ്റ്റുഡൻറ്റ് ഹാവിങ് ലീഡർഷിപ്പ് സ്കിൽസ് ആൻഡ് മെയിൻറ്റെയിൻ ഗുഡ് റിലേഷൻഷിപ്പ് വിത്ത് ഹെർ പിയർ ഗ്രൂപ്പ് ഷീ ഈസ് ഹാവിങ്. സോ അങ്ങനെയുള്ളവർ പറയുന്നത് ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ് എന്നാണ്. ചൂസ് ദ എലമെൻറ്റ്സ് ഓഫ് ക്രിയേറ്റിവിറ്റി, ഫ്ലുവൻസി, ഫ്ലെക്സിബിലിറ്റി, ഒറിജിനാലിറ്റി. സോ ഇതെല്ലാം ഉണ്ട്. സോ ഓൾ ആണ്. 29. വിച്ച് ഈസ് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ക്രിയേറ്റീവ് പേഴ്സൺ? സോ ഓൾ ആണ് ആൻസർ വരുന്നത്, ഡി. Who defined creativity is the capacity to produce ideas that are both new and useful through divergent thinking. So Guilford ആണ്. So ഇത്രയേ ഉള്ളൂ. Thank you for watching this.